ഹായ്. നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത അന്തരീക്ഷം. നമുക്ക് ചൂടാണെങ്കിൽ ഈ മാവിൻ്റെ ചോട്ടിലിരിക്കുമ്പോൾ നല്ലൊരു അന്തരീക്ഷമുണ്ട്, നല്ലൊരു കാറ്റുണ്ട്. അപ്പം നമുക്ക് സംസാരിക്കാൻ നല്ല സുഖമാണ്, ദൈവത്തോട് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ദൈവത്തോട് സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് വെറുതെ ചുമ്മാ പറയാൻ പറ്റില്ല കേട്ടോ. ദൈവം പറഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് എടുത്ത് പറയാനോ എടുത്ത് ചാടാനോ നമുക്ക് അധികാരമില്ല. എന്താണോ നമ്മുടെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മൾ നോക്കുക. ദൈവം എന്താണ് നമ്മുടെ തരുന്നത് അത് നമുക്ക് പറയാനാണ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പം സംസാരിക്കുമ്പോൾ ദൈവത്തോട് ഇടപഴകുമ്പോൾ ദൈവത്തിന് സ്തോത്രം സ്തുതി എന്നിങ്ങനെ പറഞ്ഞു കൊരിക്കുമ്പോൾ ദൈവം ഒരു വചനം തന്നു, സങ്കീർത്തനം: ആകാശമേ കേൾക്കുക, ഭൂമി എൻ്റെ വായുവാക്കളെ കേൾക്കട്ടെ. അപ്പോൾ ആര് കേട്ടില്ലെങ്കിൽ ഈ ഭൂമി മുഴുവനും കേൾക്കും. ദൈവത്തിൻ്റെ വചനവും പ്രാർത്ഥനയും എന്നും സത്യമാണ്, നിത്യമാണ്. അപ്പോൾ അത് നശിച്ചു പോകില്ല, അത് നശിപ്പിക്കാൻ ദൈവത്തെ സമ്മതിക്കില്ല. ഓരോ ആത്മാക്കളെയും ദൈവം കൂട്ടിച്ചേർത്താണെങ്കിൽ അതിൻ്റെ കരുത്തും ശക്തിയും അതിൻ്റെ നന്മയും നമുക്ക് തന്നിരിക്കും. അതുപോലെ ദൈവത്തിൻ്റെ സന്നിധി ഉണ്ടാവണം. നമ്മൾ അപ്പനെ അപ്പനെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അതുപോലെയാണ് നമ്മളെ അപ്പൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ ഈ സന്നിധിയിൽ നമുക്കിരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയാം, മധുരമാണ്, ഭയങ്കര മധുരമാണ് യാത്ര ഉണ്ടാവുക. നമുക്ക് എന്ത് പരാതിയും പരിഭവവും നമുക്ക് പിണങ്ങാം, നമുക്ക് എന്തും പറയാം. പക്ഷേ അവിടെ എന്തുണ്ട്? അദ്ദേഹത്തിനൊരു വ്യവസ്ഥയുണ്ട്. നമുക്ക് ഈ ലോകത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ? തോന്നി പോലെ പോകുന്നു, തോന്നി പോലെ വരുന്നു, തോന്നി പോലെ ചെയ്യുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ അങ്ങനെയല്ല, ഒരു വ്യവസ്ഥയുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് തരുന്ന ദൈവത്തിനെ വെളിപ്പെടുത്താനാണ്. അതിനാണ് നമ്മൾ ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ നിൽക്കുന്നതും പഠിപ്പിക്കുന്നതും നമ്മൾ നിർത്തുന്നതും. അപ്പോൾ ആ വ്യവസ്ഥയുടെ ഉള്ളിൽ ചട്ടക്കുള്ളിൽ നമ്മൾ തെന്നിപ്പോയാലും ഉഴലിപ്പോയാലും നമ്മളെ ഒരു പൈശാചിക ഭൂമി ചിന്തയിലും നമ്മൾ പൈശാചികമായ ഒരു ചുറ്റുപാടിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലും നമ്മുടെ ഉള്ളിൽ പൈശാചികം വരും. അനിഷ്ടം തോന്നാം, മറ്റുള്ളവരോട് ദോഷമായിട്ട് പെരുമാറാം, എങ്ങനെ വേണം നമ്മുടെ മുമ്പിൽ ഉള്ളിൽ വരുന്ന ഒരു പൈശാചിക ഹൃദയമുണ്ട് നമുക്ക്. അപ്പോൾ ആ ആത്മാവിൻ്റെ നിറവിൽ നമ്മൾ ദൈവത്തോട് പറയേണ്ടത്: ദൈവമേ, അങ്ങനെയുള്ള ആത്മാവിനൊന്നും ഞങ്ങൾക്ക് തരല്ലേ. നീ യഥാസ്ഥാനം പാടി, നീ നിഷ്കളങ്കമായി ഞങ്ങൾക്ക് തന്നു. ആ ഒരു ആത്മാവിനെ യഥാസ്ഥാനപ്പെടുത്തണേ. അപ്പോൾ ആ സ്ഥാനപ്പെടുത്തി നമുക്ക് ദൈവത്തിനോട് സാന്നിധ്യത്തിൽ സംസാരിച്ച് നമുക്ക് വേണ്ട വിഷയങ്ങൾ ചോദിച്ച് നമുക്കത് സന്തോഷത്തോടെ മധുരമായി കഴിക്കുക. പക്ഷേ ആ കഠിനമായ ഒരു വേദന നമുക്ക് ഇടയ്ക്ക് തരും. എന്നറിയാം, മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് അറിയിക്കാൻ നമുക്ക് തരും. അപ്പോൾ ശരീരങ്ങളൊക്കെ നമ്മളെല്ലാം ഒന്നാണെന്നല്ലോ, വേർതിരിവ് കാണാൻ പാടുന്നതാണ് ദൈവം പറഞ്ഞത്. അപ്പം അന്യോന്യ സ്നേഹം എന്ന് പറഞ്ഞത് അതൊരു വിട്ടുവീഴ്ചയാണ്. അത് വിട്ടുവീഴ്ച തന്നെ നമ്മൾ ദൈവം പറഞ്ഞിട്ട് അത്യാഗ്രഹവും ദുർനടപ്പും നിങ്ങളുടെ ഇടയിൽ അശുദ്ധിയും നിങ്ങളുടെ ഇടയിൽ ഈ പേർ പറയുക പോലും ചെയ്യരുതെന്ന്. അത്രയും പോലും ദൈവം നമുക്ക് കഠിനമായതാണ് ദൈവം തരുന്നത്. അപ്പോൾ അത്രയും സ്നേഹമാണ് ദൈവം തരുന്നത്, കരുതൽ. ആമേൻ, സ്തോത്രം.